ശ്രീമതി ശാന്തകുമാരി കെ, ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി. കാഞ്ഞിരപ്പുഴ അണക്കെട്ട് കമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എൻ്റെ സബ്മിഷൻ. പാലക്കാടിൻ്റെ കാർഷിക പ്രശ്നത്തിന് ശാശ്വത പരിഹാരത്തിനായി കൊങ്ങാട് മണ്ഡലത്തിലെ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഭാരതപ്പുഴയുടെ കൈവഴിയായ കാഞ്ഞിരപ്പുഴയ്ക്ക് കുറിച്ച് നിർമ്മിച്ചിരുന്ന ബഹുമാനപ്പെട്ട അംഗം ചുരുക്കുക. സർ, മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1961 സാർ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചത്. 365 ലക്ഷം രൂപയായിരുന്നു അന്ന് 1961. 64 ആസൂത്രണ കമ്മീഷൻ അനുമതി, 66 കേരള സർക്കാരും ഭരണാനുമതി നൽകിയിട്ടുള്ള ഈ കാഞ്ഞിരപ്പുഴ അണക്കെട്ട് ഇതുവരെയും കമ്മീഷൻ പൂർണ്ണമായി നടത്തിയിട്ടില്ല സാർ. 70.8 ദശലക്ഷം ഘനമീറ്റർ സംഭരണശേഷിയുള്ള ഡാമും 66 കിലോമീറ്റർ നീളം വരുന്ന ഇടതുകര കനാലും 9.36 കിലോമീറ്റർ നീളം വരുന്ന വലതുകര കനാലും കൂടാതെ 196.02 കിലോമീറ്റർ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മൈനർ ഡിസ്ട്രിബ്യൂട്ടറി കനാലുമാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിഭാവനം ചെയ്തത്. 1980 പദ്ധതി ഭാഗികമായി കമ്മീഷൻ ചെയ്തു. പൂർത്തിയാവാതെ കനാൽ ശൃംഖലയുടെ മണ്ണാർക്കാട് ഒറ്റപ്പാലം പാലക്കാട് താലൂക്കിൽ 8460 ജലസേചനത്തിന് വേണ്ടി നടത്തിവരികയാണ് സാർ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയം എന്ന് പറയുന്നത് നിലവിൽ 61.70 കിലോമീറ്റർ വരെയുള്ള കാഞ്ഞിരപ്പുഴ കനാലിലൂടെ ജലവിതരണം നടത്തുന്നതിൽ കാലപ്പഴക്കം മൂലം കനാലിലൂടെ ജലച്ചോർച്ച വളരെ കൂടുതലാണ്. ആയതിനാൽ 61.70 കിലോമീറ്റർ ജലവിതരണം നടത്തുന്നതിന് ബുദ്ധിമുട്ട് നേരിടുകയാണ് സാർ. പ്രസ്തുത പ്രവൃത്തികൾ പൂർത്തിയാവുന്നതോടുകൂടി വാലറ്റം വരെയുള്ള ജലവിതരണം വളരെ സുഗമമായി നടത്തും. അതുകൂടാതെ നിലവിൽ 4.29 കിലോമീറ്റർ ഇടതുകര മെയിൻ കനാലും 4 ഡിസ്ട്രിബ്യൂട്ടറി നിർമ്മാണവും ഏറ്റെടുത്ത് അത് കമ്മീഷൻ ചെയ്യേണ്ടതാണ്. ഈ ഒരു കുടിവെള്ള പ്രശ്നം അല്ലെങ്കിൽ ജലസേന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടി ഇത് കമ്മീഷൻ ചെയ്യുന്നത് മൂലം ഏറ്റെടുക്കണമെന്നാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ മുന്നോട്ട് വെക്കുന്നത്. ബഹുമാനപ്പെട്ട വാട്ടർ റിസോഴ്സ് മിനിസ്റ്റർ, പ്ലീസ് ടേബിൾ ചെയ്താൽ മതി.